കണ്ണിലൊരു കരട് പോയാൽ ഒരു ചേഞ്ച് വരിക, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റെസിസ്റ്റ് ചെയ്യും, കണ്ണുനീര് കൊണ്ട് അതിനെ പുറന്തള്ളാൻ നോക്കും. ഏത് കാര്യം അങ്ങനെയാണ്. ഒരു ഫോറിൻ ബോഡി നമ്മൾ കയറിയ ബോഡി റെസിസ്റ്റ് ചെയ്യും. ബോഡി റെസിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നോളജും, അതേപോലെ തന്നെ സിസ്റ്റവും. എന്ത് പുതിയത് കൊണ്ടുവന്നാലും അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓൺട്രപ്രണറോ ലീഡറോ നോളജ് എൻഹാൻസ് ചെയ്ത് ബിസിനസ്സിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ കുട്ടികൾ അത് ഏറ്റെടുക്കാൻ മാനസികമായി അവർ തയ്യാറെടുത്തോ ഇല്ലയോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്തണം. വില്ലിങ്നെസ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. കാരണം പലപ്പോഴും സ്കിൽ സെറ്റിൻ്റെ ഗ്യാപ്പ് കൊണ്ടോ ലാക്ക് കൊണ്ടോ ഒന്നുമല്ല പെർഫോമൻസ് നമുക്ക് പല ബിസിനസ്സിലും എൻഷുർ ചെയ്യാൻ പറ്റാത്തത്. വില്ലിങ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ്. സ്കില്ലല്ല, വില്ലാണ് വിഷയം. സ്കില്ലല്ല, വില്ലാണ് വിഷയം. അപ്പൊ ആ വില്ലിങ്നെസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ ഇവരെ വില്ലിങ് ആക്കി മാറ്റുക. അപ്പോൾ അത് അടുത്ത ചോദ്യം, അങ്ങനെ എല്ലാവരെയും വില്ലിങ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത്, ഉറങ്ങുന്ന ആളെ നമുക്ക് ഉണർത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിച്ചാലും അവൻ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും.